تعالى وبركاته. الحمد لله الحمد لله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل من أبدا ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ നിങ്ങളുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു ഇരുലോകത്തും വിജയികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ സകല പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. സൃഷ്ടകാലം അവൻ്റെ പൊരുത്തത്തിലും അവൻ്റെ ഇഷ്ടദാസനായി ദുനിയാവിൽ ജീവിക്കുവാനും അവസാനം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടം കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. വീണ്ടും ഒരു ഖുതുബിയത്തിന്റെ സദസ്സിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് മാനസികമായ ശാരീരികപരമായ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാ വിഷമങ്ങളെയും നാഥൻ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ ഈ മജ്‌ലിസിലേക്ക് കടന്നു വന്നത് ആ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നീളുന്ന നൂറ് നൊമ്പരങ്ങളും പ്രയാസങ്ങളെല്ലാം ഈ മജ്‌ലിസിൽ ഇറക്കി വെച്ച് സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് വിടാനുള്ള ഭാഗ്യം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ എല്ലാവിധത്തിലുമുള്ള സഹകരിക്കുന്ന നമ്മുടെ ഇക്ക പെട്ടെന്നൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അള്ളാഹു പരിപൂർണ്ണ ശിഫാ നൽകട്ടെ, പരിപൂർണ്ണ ആരോഗ്യം കൊടുത്ത് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർവാധികം ശക്തിയോടുകൂടി മജ്‌ലിസിലേക്ക് നടന്നു വരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഒരുപാട് വിഷയങ്ങളിലേക്ക് നാം പോകുന്നില്ല, കാരണം സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് കറാമത്തുകൾ കൊണ്ട് അനുഗ്രഹമായ, കറാമത്തുകൾ കൊണ്ട് വെളിവായിക്കൊണ്ടിരിക്കുന്ന ദിക്റിന്റെ മജ്‌ലിസിലേക്കാണ് നാം കടക്കുവാനിരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ മജ്‌ലിസിൽ ഹാജറാകുന്ന എല്ലാ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും മശായിഖന്മാരുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വന്നിട്ടുള്ളതായ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു നിമിഷങ്ങൾ കൊണ്ട് നിറവേറി സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരുമാറാവട്ടെ. നമ്മള് ഒരു 4 മാസം മുമ്പ് ഈ ഒരു വിഷയം നമ്മൾ സംസാരിച്ചതാണ്. ഇന്ന് സംസാരിക്കാനുണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു സുഹൃത്ത് ഈ മിനിഞ്ഞാന്ന് ആത്മഹത്യ ചെയ്തു. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഖബർ
വിശാലമാക്കി കൊടുക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്നൊരു വിഷയത്തെ നമ്മൾ 4-5 മാസം മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതാണ്. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും മാനസികമായി ശാരീരികപരമായ രോഗങ്ങളും അങ്ങനെ തുടങ്ങി സാമ്പത്തികം കൊണ്ടും മക്കളെ കൊണ്ടും കുടുംബങ്ങളെ കൊണ്ടും ഭാര്യമാരെ കൊണ്ടും അങ്ങനെ തുടങ്ങി ഒരുപാട് പരീക്ഷണങ്ങളുടെ ഒരു തീജ്വാലയിലേക്ക് നമ്മളെ വലിച്ചെറിയപ്പെടുമ്പോൾ, പരീക്ഷണങ്ങളുടെ പ്രയാസങ്ങളുടെ വിഷമങ്ങളുടെ വിഷമഘട്ടങ്ങളിലേക്ക് അള്ളാഹു എന്നെയും നിങ്ങളെയും വലിച്ചെറിയപ്പെടുമ്പോൾ, ദുനിയാവിന്റെ കണ്ണീർ കടലിലേക്ക് അള്ളാഹു നമ്മളെ വലിച്ചെറിയപ്പെടുമ്പോൾ, എൻ്റെ പ്രിയമുള്ള ഉമ്മാ, പല ഉമ്മമാരും ചോദിക്കാറുള്ള വിഷയമാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കാത്തത്? പല ആൾക്കാർക്കുമുള്ള സംശയമാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കാത്തത്? പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നോടോ നിങ്ങളോടോ മറ്റാരോടും പടച്ച തമ്പുരാന് യാതൊരു തരത്തിലുള്ള വിദ്വേഷവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മളോട് ആരോടും ഒരു രീതിയിലും ഒരു പ്രതിസന്ധിയില്ല, പ്രയാസങ്ങളില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, ദേഷ്യമില്ല. പിന്നെ ആർക്കാണ് ന്യൂനതകൾ വന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ, ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന പല തരത്തിലുള്ള പല രീതിയിലുള്ള വിഷമങ്ങളുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ. ആ പ്രയാസങ്ങൾ അല്ലാഹു ഒന്നിനു പുറകെ ഒന്നായി നിന്റെ ജീവിതത്തിലേക്ക് കടത്തിവിടുന്നത് കൊണ്ട് നീ ഭയപ്പെടണ്ട, നീ വിഷമിക്കണ്ട, നീ തകർന്നടിഞ്ഞു പോകണ്ട. മരണത്തെ കുറിച്ച് അല്ലാഹു വിട്ട ആയുസ് അല്ലാഹു തിരിച്ചെടുക്കുന്നത് വരെ ആത്മഹത്യയെ കുറിച്ച് നീ ഒരു ലെവലേശം പോലും നീ ചിന്തിച്ചു പോലും പോകാൻ പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്കൊക്കെ ഒരു പക്ഷേ പറയാൻ അത് തെറ്റാണ്, പാടില്ല എന്നൊക്കെ നാം അത് പറയുമ്പോഴും, ഈ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ത്രീക്ക്, പുരുഷൻ ആരുമായിക്കൊള്ളട്ടെ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ തന്നെ 12 വയസ്സുകാരൻ ഉമ്മ മൊബൈൽ കൊടുത്തില്ല എന്നതിന്റെ പേരിൽ കയറി തൂങ്ങി. ഉമ്മ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ കയറി തൂങ്ങി. അപ്പൊ അതാണ് കാലഘട്ടം. അപ്പൊ ഏത് വിഷയവുമാകട്ടെ, ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു പരിഹാരമല്ല. നീ ഭൂമിയിൽ നിന്ന് പോകുന്നത് കൊണ്ട് ഈ പ്രത്യേകിച്ച് അത്ഭുതങ്ങളോ മാറ്റങ്ങളോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ നീ പോയതെല്ലാം അതെല്ലാം അവർ വിട്ടിട്ട് അവരൊക്കെ പഴയ ജീവിതത്തിലേക്ക് തന്നെ കടന്നു വരും. ഒരു ശാശ്വതമായ പരിഹാരമല്ല. കാരണം നിനക്ക് അല്ലാഹു ഒരു വിഷമം നൽകുന്നു എങ്കിൽ ആ വിഷമം അല്ലാഹു ഒരു സന്തോഷത്തിലാക്കാൻ വലിയ നേരമൊന്നും വേണ്ട. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ തന്നെ അല്ലാഹു തന്ന ദുഃഖം അത് വളരെയധികം സന്തോഷകരമാക്കി തീർക്കുവാനും പടച്ച തമ്പുരാൻ അറിയാൻ സാധിക്കുന്നവൻ തന്നെയാണ്. അവൻ ആരാണ്? അല്ലാഹു ആരാണ്? അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്. അവൻ റഹ്മാനാണ്, റഹീമാണ്. അടിയുറച്ച ഈമാനോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ലാഹു വെച്ച ദുഃഖങ്ങൾ, പരീക്ഷണങ്ങൾ, ആ പരീക്ഷണത്തെ അതിജീവിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് നൽകും കേട്ടോ. അപ്പൊ ഏത് വിഷമം വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും, എത്രയെല്ലാം വിഷമങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അടിപതറി പോകണ്ട, വിഷമിച്ച് നീ ഇരിക്കണ്ട. വിഷമം തന്ന അല്ലാഹു നിനക്ക് ഏറ്റവും സന്തോഷം നിന്റെ ജീവിതത്തിലേക്ക് തരുന്നതാണ്. അല്ലാഹു പരിപൂർണ്ണ ഈമാൻ നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിഷമം വരുമ്പോ അല്ലാഹു എല്ലാം കഴിഞ്ഞു, ഇവിടെ കൊണ്ടൊക്കെ തീർന്നു, ഇനി എനിക്ക് ജീവിതമില്ല, ഇനി എനിക്ക് മരണമാണ്, പിന്നെ പരിഹാരമല്ല, മരണമാണ് ശാശ്വതം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ആരുടെയെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതെടുത്ത് കളയുക തന്നെ ചെയ്യണം. കാരണം നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നത് എന്താണ്? എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. ഇവിടെ എല്ലാ ദിവസവും ദുആ ചെയ്യാറുണ്ട്. റബ്ബേ ശർറായതെല്ലാം നീ എന്നിൽ നിന്ന് എന്ത്
വിഷമങ്ങൾ വന്നാലും അടിയുറച്ച ഈമാനോടുകൂടി അടിയുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഘട്ടവും നമ്മൾ കടന്നു പോകും, ആ വിഷയവും നമ്മൾ മറികടന്നു പോകും. അള്ളാഹു നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ എല്ലാ വിഷമങ്ങളെ തൊട്ടോ രോഗങ്ങളെ തൊട്ടോ എല്ലാ ദുരിതങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ തെക്യാവിന്റെ ഉദ്ഘാടനം കഴിവതും അടുത്ത മാസം കുതുബിയത്തിന് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ഇനിയിപ്പോൾ എല്ലാ പരിപാടിയും ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് കുതുബിയത്തിന് വെക്കാം എന്നാണ് കരുതിയത്. കാരണം ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ച് നോട്ടൻ എണ്ണുന്ന മെഷീനൊക്കെ ഓർഡറാക്കി ഇവിടെ വെച്ചിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല. കല്യാണത്തിൽ ഒരെണ്ണം വന്നില്ല. വന്നവർക്കെല്ലാം കയറിയിട്ട് വെറുതെ നോട്ടെണ്ണുന്ന മെഷീൻ വാങ്ങിച്ച് ഇവിടെ വെച്ചിരുന്നു. ഞാൻ പ്രതീക്ഷ എല്ലാവരും നേരത്തെ എത്തും ഇൻഷാ അല്ലാഹ്, കാര്യമായിട്ടൊക്കെ റാഹത്താവും. ഒരു കാര്യവും ഉണ്ടായില്ല. അതുകൊണ്ട് വളരെ വിഷമമുണ്ടായ ഒരു വിഷയമാണ്. കാരണം നമ്മുടെ മജ്‌ലിസിലെ ഞാൻ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞതാണ്, നമ്മുടെ മജ്‌ലിസിലെ പല പരിപാടികൾ നടന്നിട്ടുണ്ടെങ്കിലും യതീമായ ഒരു പെൺകുട്ടിയെ നമ്മുടെ ഈ മജ്‌ലിസിൽ നിന്ന് കൈപിടിച്ച് കൊടുക്കുക, അതിന്റെ തുടക്കം കുറിച്ചപ്പോൾ ഒരുപാട് സയ്യിദന്മാരും ആലിമീങ്ങളും ഉസ്താദന്മാരും രാഷ്ട്രീയ മതരംഗത്തൊക്കെ നിൽക്കുന്ന പലരും വന്ന് പ്രമുഖരൊക്കെ വന്ന് ഈ സദസ്സിൽ നിന്നപ്പോഴും നമ്മുടെ മജ്‌ലിസിൽ വന്ന ആളുകൾ പല കാരണങ്ങൾ കൊണ്ട്, ഇപ്പൊ സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പം പലതും സംഭവിക്കും. ഇപ്പൊ വരാൻ പറ്റാത്ത വിഷയങ്ങൾ നമ്മളോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എത്താൻ പറ്റാണ്, ശരിയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്ക് സുബ്ഹാന ജല്ല ജലാലുഹു 2 ദിവസവും 4 ദിവസവും ഇവിടെ കിടക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അതിനൊക്കെ സമയം ധാരാളമുണ്ട്. പക്ഷെ 1-2 മണിക്കൂർ സമയം ഇവിടെ നടക്കുന്ന ഒരു പരിപാടിക്ക് വന്നിരിക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സമയം കിട്ടാതെ പോകുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. ഞങ്ങളുടെ ക്യാമറയിലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 24 മണിക്കൂറും അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആളും ബഹളവും വണ്ടിയൊക്കെ തന്നെയാണ്. അപ്പൊ അത് അല്ലാഹു നിലനിർത്തട്ടെ. പക്ഷേ ഇത്തരം പരിപാടികൾ നമ്മുടെ മജ്‌ലിസിൽ നടക്കുമ്പോൾ നിങ്ങളായിട്ട് നടത്തുന്നതാണ്. പ്രത്യേകം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ എങ്ങനെയാണോ അതിൽ സഹകരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സഹകരിക്കണമെന്ന് പ്രത്യേകം പല ദിവസങ്ങളിലും പ്രഭാഷണത്തിലും ഒക്കെ കാര്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടോ അത് ചില നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ വിട്ടുനിന്നത് ശരിയായില്ല എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇവിടെ നടക്കുന്ന പരിപാടിയിലോ ഇവിടെ നടക്കുന്ന ഇത്തരം നേർച്ചകളിലോ അതിലൊന്നും അവർക്ക് വലിയ ബാധകമൊന്നുമല്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ആ സമയത്ത് കയറി വരും. അവരതിൽ നിന്ന് മനഃപൂർവ്വം അല്ലെങ്കിൽ മറ്റുള്ള നിസാരമായ വിഷയങ്ങളുടെ പേരിൽ വിട്ടു നിൽക്കും. അങ്ങനെ ആവരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, മജ്‌ലിസിനോട് ആത്മാർത്ഥമായ ഹുബ്ബ് വെക്കുന്ന ഒരാളെയും അള്ളാഹു കൈവിടില്ല. അത് ഹക്കാണ്, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ ഈ മജ്‌ലിസുമായി ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുക. ആത്മാർത്ഥമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. അല്ലാതെ കണ്ട് വെറുതെ ഒരു വഴിപാട് പോലെ അല്ലെങ്കിൽ വെറുതെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നത് പോലെ നമ്മൾ പോയി കണ്ട് കാര്യം കാണുന്ന ഒരു സ്ഥലമല്ല. എത്രയോ മണിക്കൂറുകൾ ഇവിടെ ഇരുന്നതിന്റെ പേരിൽ മാത്രം കാര്യങ്ങൾ നടന്നു പോകുന്ന എത്രയോ കറാമത്തുകൾ, എത്രയോ ഫളിലുകൾ നമുക്ക് പറയാനുണ്ട്. അള്ളാഹു ഖിയാമത്താണ് അവരെ നിലനിർത്തട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള പരിപാടികളിലൊക്കെ നിങ്ങൾ അറിയുമ്പോൾ, ഇതുപോലെ നിക്കാഹും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ കഴിവിന്റെ പരമാവധി നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പുറത്തു നിന്ന് ഒരുപാട് ആലിമീങ്ങളും ശീതന്മാരൊക്കെ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മജ്‌ലിസിൽ ഓൾറെഡി ഒരു പേരുണ്ട്. ആ പേരെന്ന് പറയുന്നത് എപ്പോ വന്നാലും ജനം തിങ്ങി നിൽക്കുന്ന ഒരു മജ്‌ലിസാണെന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളിൽ നിങ്ങൾ വിട്ടു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ എന്ന് പറയുന്നത് അത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളോട് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ചൂഷണവും ചെയ്യുന്ന ഒരു മജ്‌ലിസല്ല. അതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ മജ്‌ലിസിൽ കയറിയവർക്ക് അറിയാം. ഒരു രീതിയിലുമുള്ള സാമ്പത്തിക ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വഹിച്ചെടുക്കുന്ന ഒരു മജ്‌ലിസല്ല എന്ന് നിങ്ങൾ ഒന്നാമതായി നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ പറയാറുള്ള വിഷയം തന്നെയാണ്. കാരണം പണം ഉണ്ടാക്കാനാണെങ്കിൽ ഈ മജ്‌ലിസ് പോലെ വേറൊരു മജ്‌ലിസ് ഇല്ല എന്ന് നിങ്ങൾക്ക് പകൽ പോലെ വെളിച്ചമാണ്. കാരണം ഏത് രീതിയിലും നമുക്ക് ഇവിടെ സമ്പത്ത് ഉണ്ടാക്കാം. പക്ഷേ ഞങ്ങളുടെ മജ്‌ലിസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആഗ്രഹമില്ല. ഇനി അങ്ങോളം വരും തലമുറകളോ ആ നിലയിൽ തന്നെയായിരിക്കും ഈ മജ്‌ലിസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അത് ഈ മജ്‌ലിസിന്റെ നിലനിൽപ്പാണ്. 26 വർഷക്കാലം ഈ മജ്‌ലിസിനെ നിലനിർത്തി കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ അൽഹംദുലില്ലാഹ്, എന്താണോ ഹാദിറിന്റെ മജ്‌ലിസിൽ നമ്മൾ വാക്ക് കൊടുത്തത് അത് തന്നെയാണ് ഇന്നും നിലനിന്നു കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. അപ്പോ പലരും ആത്മാർത്ഥമായി കല്യാണത്തിൽ പങ്കെടുത്തു. അള്ളാഹു നമ്മളെല്ലാവരുടെ മുറാദുകളെയും സ്വീകരിക്കുമാറാവട്ടെ. നിക്കാഹിന് വളരെ നേരത്തെ തന്നെ പങ്കെടുത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്.
ഒത്തിരി ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഖൈർ നൽകുമാറാവട്ടെ. കാരണം അവർക്കും പരിപാടികൾ ഉണ്ടായിരുന്നവർ തന്നെയാണ്, അല്ലാതെ അവർക്ക് പരിപാടിയില്ലാതെ വെറുതെ വീട്ടിയിരുന്നവരല്ല. അവർക്കും പല രീതിയിലുള്ള പരിപാടികൾ ഉണ്ടായിട്ടും അത് മാറ്റിവെച്ച് ഈ സദസ്സിനോടുള്ള സ്നേഹം കൊണ്ട് പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും അള്ളാഹു ഈ ലോകത്തും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിഷമങ്ങളൊക്കെ പലർക്കും വലിയ ഹാജത്താണ്, വലിയ ആഗ്രഹമാണ് ഞങ്ങളെ കാണണം. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലിട്ട് കാണും. നിങ്ങളുടെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഇതിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് നമ്മളെയൊക്കെ നേരിട്ട് കാണാനും നമ്മളുമായി സംസാരിക്കാനും മുസാഫത്ത് ചെയ്യാനൊക്കെ ഒരു അവസരം കൂടിയാണ് അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലാതെ മജ്‌ലിസിനകത്ത് കയറിയിട്ട് ഒരു ഉമ്മ വാശി പിടിച്ച് എനിക്ക് ഇപ്പം കാണും, ഒരു ഉമ്മ വല്ലാണ്ട് വാശി പിടിക്കുക എനിക്ക് ഇപ്പൊ കാണും ഉസ്താദ്, ഞാൻ നടക്കില്ല. കാരണം മജ്‌ലിസിനകത്തിരുന്നു കൊണ്ട് മുഖം കാണിച്ചുള്ള നോട്ടം അതൊരിക്കലും അനുവദീയമല്ല. അത് തന്നെയാണ് ഞങ്ങളുടെ മജ്‌ലിസിന്റെ നിലനിൽപ്പ്. ഇൻഷാ അല്ലാഹ് പലപ്പോഴും പല പരിപാടിക്കും ഉറൂസിനും ഒക്കെ നമ്മളെ പലരും കണ്ടിട്ടുള്ളവരാണ്. അങ്ങനെ കാണാം. അല്ലാതെ 24 മണിക്കൂർ മുഖവും മറിച്ചിരിക്കാൻ നമ്മളും മനുഷ്യരാണല്ലോ, നമുക്കൊക്കെ ഇറങ്ങണമല്ലോ. ഇപ്പൊ ഒരു താത്ത പറഞ്ഞാണ് ബാബാമാരൊക്കെ തിളങ്ങി നിൽക്കുകയായിരുന്നു. ഇവിടെ നിങ്ങൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടപ്പോഴത്തേക്ക് സുബ്ഹാനല്ലാഹ് ഫർദാക്കിയിട്ട് താത്തമാരൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയി എന്തൊക്കെയോ പരിപാടിയെല്ലാം കാണിച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ മുഖം പോലും തിരിച്ചറിയാൻ പറ്റില്ല പലരുടെയും. അള്ളാഹു ഖൈർ കൊടുക്കട്ടെ, ആ സന്തോഷം അള്ളാഹുക്ക് നിലനിർത്തി കൊടുക്കട്ടെ. പല ആൾക്കാരും സ്റ്റേജിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേ നമ്മുടെ റമലാണല്ലോ, റമലാക്ക് തിളങ്ങി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ് പുതിയ പെണ്ണേതാന്ന് പോലും മാറിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോ സാധാരണ മജ്‌ലിസിലൊക്കെ നമ്മുടെ ലൈലാത്ത് ഫർദായിട്ട് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് അടുത്തോട്ട് തീ പോലും പോയ കത്തത്തില്ല. അമ്മാതിരി ഫർദാക്ക് വലിച്ചു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരാറുള്ളൂ. പക്ഷെ കല്യാണത്തിന് വലിയ റാഹത്തായിരുന്നു. ഇവർക്കൊക്കെ ഇമാതിരി ഡ്രസ്സൊക്കെ ഉള്ള കാര്യം സത്യത്തിൽ ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. കാരണം വലിയ റാഹത്തായിരുന്നു. അല്ലാഹു അവരുടെ ജീവിതത്തിലൊക്കെ ബറക്കത്ത് ചെയ്ത് കൊടുക്കുമാറാവട്ടെ. സന്തോഷം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഈ സന്തോഷമാണ് എപ്പോഴും നമുക്ക് വേണ്ടത്. ഒരു പുഞ്ചിരി ഉണ്ടെങ്കിലും നിനക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഖൈറാണ്. നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മുടെ എല്ലാം കഴിവ് നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ ആക്കിമത്ത് അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള പരിപാടികളിലെങ്കിലും നിങ്ങളൊക്കെ പങ്കെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അതിനുവേണ്ടി ദുആ ചെയ്യണം. കഷ്ടപ്പെട്ടവരുണ്ട്, ഓടി നടന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്, വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളായിട്ടൊക്കെ തന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിഷയം പ്രത്യേകം ഞാൻ പറയുന്നു. വിഷമങ്ങളും പരീക്ഷണങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഒരു രീതിയിലും മരണത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചു പോകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു പല രീതിയിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരും. നമ്മൾ എന്താ കരുതിയത്? ഒരു വിഷമം മാറുമ്പോൾ പിന്നെ വിഷമം ഉണ്ടാകില്ല എന്നാണോ കരുതിയത്? അല്ല, തെറ്റാണ്. കാരണം ഒരു വിഷമം നമുക്ക് അള്ളാഹു നൽകി, ആ വിഷമം അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ വലിയ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു വീണ്ടും തരും. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, നിന്റെ ഈമാനെ അളക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് കൊടിയ പരീക്ഷണങ്ങളെയും നേരിടാനുള്ള മനസ്സും കഴിവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് വലിയ പ്രതിസന്ധികളിലേക്കൊന്നും അള്ളാഹു നമ്മളെ ആരെയും വലിച്ചെറിയാതിരിക്കുമാറാകട്ടെ. ദുനിയാവിന്റെ വിഷമങ്ങളിലേക്ക്, ദുനിയാവിന്റെ കണ്ണീർ കടലിലേക്ക് നമ്മളെ അള്ളാഹു വലിച്ചെറിയാതിരിക്കുമാറാവട്ടെ. എപ്പോഴും ദുആ ചെയ്യണം, എപ്പോഴും ദുആ ചെയ്യണം. ദുആ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ, ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ ഇവിടെ പല മതസ്ഥരുണ്ട്, ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്. അപ്പോ എല്ലാവരും പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥനയിൽ മുൻതൂക്കം കൊടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കൽബിനകത്തേക്കാണ് അള്ളാഹു നോക്കുന്നത്. നമ്മുടെ കൽബിനകത്തേക്ക് മാത്രമേ അള്ളാഹു നോക്കുകയുള്ളൂ. മറ്റൊരു വിഷയത്തിലേക്ക് അള്ളാഹു നോക്കില്ല. കാരണം അള്ളാഹു നൽകിയതാണ്. സമ്പത്താണെങ്കിലും, സൗന്ദര്യമാണെങ്കിലും, കുടുംബമാണെങ്കിലും, മക്കളെ ആണെങ്കിലും, അങ്ങനെ തുടങ്ങി എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ടോ അത് അള്ളാഹു തന്നതല്ലാതെ മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം പല പരീക്ഷണങ്ങളും നാളെ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്ന് പോലും ഒന്നും ഒരു തരത്തിൽ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയാത്ത കാലഘട്ടമാണ്. അല്ലാഹു കാത്തുമാറാകട്ടെ. അതുപോലെ നമ്മൾ കഴിഞ്ഞ മാസം ദുആ ചെയ്തിരുന്നു. നമ്മുടെ സുഹൃത്ത് നിയാസിന്റെ മകൻ വെല്ലൂർ ഹോസ്പിറ്റലിലായിരുന്നു. അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അള്ളാഹു അവന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അള്ളാഹുവെ കത്തിവെക്കുന്ന ഒരവസ്ഥ കൊടുക്കല്ലേ അല്ലാ. കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇപ്പോ വെല്ലൂർ എന്ന ഹോസ്പിറ്റലിൽ പോയവർ പറഞ്ഞത്, അള്ളാഹുവെ അവിടെ പോകാൻ വിധിക്കൂട്ടല്ലേ എന്നാണ് പറഞ്ഞത്. കാരണം അത്രത്തോളം രോഗികൾ ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്.
RCCയിൽ ചെന്നാലും വെല്ലൂർ ചെന്നാലും മറ്റുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്നാലും സുബ്ഹാനല്ലാഹ് വേറൊരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ മാരകമായ പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിശ്ചയമായും നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കൽ പോകേണ്ടവരാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഒരിക്കൽ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്നെല്ലാം ഇട്ടറിഞ്ഞ് എന്തെല്ലാം നേടിയിട്ടുണ്ടെങ്കിലും എല്ലാം ഇട്ടറിഞ്ഞ് പോകേണ്ടവർ തന്നെയാണ്. ആ ഒരു ബോധം, ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഒന്നാമതായിരിക്കും. കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാവണം. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, നമ്മുടെ കൽബിനകത്ത് വന്നാൽ തന്നെ ഒരുപാട് കിബറുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും, ഒരുപാട് അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകും. കാരണം ഒരു മനുഷ്യൻ അഹങ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം അഹങ്കാരം എന്ന് പറയുന്നത് ശൈത്താൻ അഥവാ ഇബ്ലീസ് ഇട്ട് കൊടുക്കുന്ന കിബറുകളാണ്. ഞാനാണ് ഈ ഭൂമിയിൽ വലുത് എന്നുള്ള നിലയിൽ, ഞാനാണ് ഈ ഭൂമിയിൽ എല്ലാം തികഞ്ഞവൻ എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവന്റെ മനസ്സിനകത്തേക്ക് പൈശാചികമായ ശൈത്താനിയത്ത് കടന്നുകൂടുകയാണ്. അഹങ്കാരം ഒരു മനുഷ്യനെ ബാധിക്കുന്നതിലൂടെ അവന്റെ അമലുകളെ അള്ളാഹു പൊളിച്ചു കളയുന്നതാണ്, അവന്റെ ഇബാദത്തുകളെ അള്ളാഹു പൊളിച്ചു കളയുന്നതാണ്, അവന്റെ സദഖകളെ അള്ളാഹു സ്വീകരിക്കാതിരിക്കുന്നതാണ്. എന്ന് വേണ്ട അവൻ എന്തെല്ലാം ഈ ഭൂമിയിൽ ചെയ്തോ അതെല്ലാം നിമിഷങ്ങൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് തകർന്നടിഞ്ഞു പോകുന്നതാണ്. അള്ളാഹു നമുക്ക് ആർക്കും അഹങ്കാരങ്ങളെ തന്ന് പരീക്ഷിക്കാതിരിക്കുമാറാവട്ടെ. അപ്പോ ഞാനാണ് എന്നൊരു ഭാവം, അല്ലെങ്കിൽ ഞാനാണ് വലുത് എന്നൊരു ചിന്താഗതി നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. അത് വന്നു കഴിഞ്ഞാൽ വലിയൊരു വിഷമമാണ്. അള്ളാഹു കൊടിയ പരീക്ഷണങ്ങൾ അതിന്റെ പുറകെ നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹു എന്നെയും നിന്നെയും പരീക്ഷിക്കുന്നത് അള്ളാഹുവിന് നിന്നോടോ എന്നോടോ യാതൊരു വൈരാഗ്യവും ഉള്ളത് കൊണ്ടല്ല, അള്ളാഹുവിനോടൊരു ദേഷ്യം, അള്ളാഹുവിന് നമ്മളോടൊരു ദേഷ്യം ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. പല വിഷമങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ദുരിതങ്ങൾ കൊണ്ട്, കഷ്ടതകൾ കൊണ്ടൊക്കെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അതെല്ലാം നമുക്ക് മാറും. അതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് കിട്ടും എന്നുള്ള അടിയുറച്ച ഈമാനോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ അള്ളാഹു നൽകും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അള്ളാഹു നമ്മുടെ എല്ലാം ആക്കിപത്ത് നന്നാക്കി തരുമാറാവട്ടെ, ഖൈറിലാക്കി തരുമാറാവട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു സിയാറത്ത് ഉണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്തു. കാരണം ഞാൻ പല പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരെ മുറുകെ പിടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. മഹാന്മാരെ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ പല ആൾക്കാരും അതിനെ വിമർശിക്കാറുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളോട് ഞാൻ മറുപടി പറയുന്നില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. ഇപ്പൊ എനിക്കുള്ള സ്വാതന്ത്ര്യം അതെന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന പോലെ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം അവർക്കുമുണ്ട്. കാരണം ഈ ഭൂമി അങ്ങനെയാണ്, ദുനിയാവ് അങ്ങനെയാണ്, ആർക്കും പതിച്ചു നൽകിയിട്ടുള്ളത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ റസൂലിനെയും കഴികെ അള്ളാഹു ആദരിച്ചവരെ, അള്ളാഹു ബഹുമാനിച്ചവരെ, അള്ളാഹു സ്നേഹിച്ചവരെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെ അള്ളാഹു ഒരുപാട് വിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാവലാക്കും. അള്ളാഹു കാക്കുമാറാവട്ടെ. ഇന്ന് സത്യത്തിൽ ഞങ്ങൾ അങ്കോളയിലേക്ക് പോയെന്നെങ്കിൽ ഇന്നിവിടെ കുത്തുബിയത്തിന് ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. കാരണം അവിടെയൊക്കെ വലിയ വിഷയമാണ്. ഞങ്ങൾ പോകുന്ന ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പോയ യാത്രയിൽ 2-3 തടസ്സങ്ങൾ തന്നു. പടച്ചവരെ ഞങ്ങൾ ചിന്തിച്ചു എന്താണെന്ന പ്രശ്നം. പക്ഷേ ഇന്നലെയാണ് ഞങ്ങൾക്കത് ബോധ്യമായത്. അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. കാരണം ഒരുപക്ഷെ ഞങ്ങൾ അങ്ങോട്ട് യാത്ര പോയിരുന്നുവെങ്കിൽ അത് വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരുപക്ഷെ നമ്മുടെ യാത്രയിൽ വന്നേനെ. നമ്മളെപ്പോഴും ദുആ ചെയ്യാറുണ്ട്, യാത്രകളിലൊക്കെ അള്ളാഹുവേ നീ കാവലാകണേ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ദുആ എന്ന് പറയുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുധമാണ്. ഔറാദുകളും ദിക്റുകളും സ്വലാത്തുകളൊക്കെ മുറുകെ പിടിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ അതിനെ പ്രയത്നിക്കുക. അല്ലാതെ കണ്ട് വെറുതെ വീട്ടിൽ നിന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ കടം വീഴില്ല. അള്ളാഹു അതിനുള്ള നോട്ടം അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളെയും സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ മിക്കവാറും കഴിവിന്റെ പരമാവധി അടുത്ത കുതുബിയത്തിന് തന്നെ നമ്മുടെ തെക്കാവിന്റെ ഉദ്ഘാടനം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കണം, പങ്കെടുക്കാതിരിക്കരുത്. കാരണം നമ്മുടെ കുടുംബത്ത് നടക്കുന്നത്, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു വിഷയമാണ് എന്ന് കരുതി തന്നെ അത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കുക. ഇനിയും അതുപോലെ എത്തിയ കുട്ടിയുടെ
നിക്കാഹുണ്ട്, വിവാഹമുണ്ട് ഈ സദസ്സിൽ വെച്ച്. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളെയും അള്ളാഹു ഹാസലാക്കി തെരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നിയ്യത്ത് ചെയ്യണം കേട്ടോ. നമ്മൾ എന്തിനാണ് വന്നിട്ടുള്ളത്, നമ്മൾ എന്ത് ആവശ്യത്തിനാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിന് നിയ്യത്ത് ചെയ്യണം. മിക്കവാറും 1-ാം നമ്പർ കിട്ടാനായിരിക്കും നിയ്യത്ത് ചെയ്യുന്നത്. കാരണം ഇന്ന് കുറിയെടുപ്പുണ്ട്, വിഷയം അതാണ്. വിഷയം ഒന്നാമത്തെ അജണ്ട അതാണ്. ഭൂരിഭാഗം ആൾക്കാർക്കും ഇന്ന് കുറിയെടുക്കുമ്പോൾ 1-ാം നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ 7 മുഴം മുല്ലപ്പൂക്കാണ് നിയ്യത്താക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഞങ്ങളെ കണ്ടാൽ മാത്രം മതി, അല്ലാതെ മറ്റു പരിപാടികൾക്കൊന്നും അവർക്ക് ബാധകമല്ല. തീർച്ചയായും അത്തരം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല, അതിനേക്കാൾ എത്രയോ അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകും. അങ്ങനെ തന്നെയാണ് ഈ മജ്‌ലിസ് അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടുത്തെ പരിപാടികളും അതുപോലെ ആണ്ട് നിറച്ച കുത്തുബിയത്ത് നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല, വെറുതെ എന്തിനാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഒരു സംരംഭമാണ്. ഇൻഷാ അല്ലാഹ് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിലൊക്കെ സഹകരിക്കുക. പിന്നെ അതൊക്കെ ഒന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ അതൊക്കെ ഒന്ന് ചെയ്തിടുക. കാരണം ഇവിടുത്തെ എല്ലാ പരിപാടികളും E2Z എല്ലാ പരിപാടികളും ആ ചാനലിലൂടെ വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരിലും അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. ദിക്ർ നടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് മൊബൈൽ ഫോണൊക്കെ ഒന്ന് സൈലന്റ് ആക്കുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്യുക. കുറച്ച് നേരത്തെ കാര്യമുള്ളൂ. ഇൻഷാ അല്ലാഹ് ഓഫ് ആക്കുകയോ സൈലന്റ് ആക്കുകയോ ഒക്കെ ചെയ്യുക. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാനുണ്ട്. അതുപോലെ ഒളു ഇല്ലാത്തവരൊക്കെ ഒളു എടുക്കുക. എല്ലാവരും സഹകരിക്കുക. സഹോദരിമാരെ ഒക്കെ ഒരു സൈഡിലോട്ട് മാംസമാണെങ്കിലും അതിന് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളാണെങ്കിലും ഒക്കെ അവരെത്തിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ ജീവിതത്തിലും ബിസിനസ്സുകളൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരിക്കലും കൂടി നിയ്യത്ത് ചെയ്യുക. ഒന്നും ഇല്ലാത്തവരൊക്കെ ഒന്നും ഉണ്ടാക്കുക. മൊബൈൽ ഫോണൊക്കെ കുറച്ച് നേരത്തേക്ക് മാറാവട്ടെ. ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ പ്രത്യേകിച്ചൊരു വിഷയം പറയാനുള്ളത്, ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം തന്നെയാണ്. കാരണം ഒരിക്കലും നിങ്ങൾ എവിടെയും പോകാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള അമലുകൾ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് സാമതന്നെ കഴിച്ചിട്ട് മാറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ഡോക്ടറെ പോയി കാണും. അങ്ങനെ കഴിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏതൊരു വിഷയം ചെയ്യുമ്പോഴും അടിയുറച്ചൊരു ഈമാൻ നമുക്കുണ്ടാവണം. ചില സമയത്തൊക്കെ നമ്മുടെ ഈമാൻ പതറി പോകും. നമ്മളിപ്പോ യാത്ര പോയപ്പോ ആന എന്ന് പറഞ്ഞോളൂ, ചെറിയ ബാവ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ആന എന്ന് പറഞ്ഞതേ ഉള്ളൂ, ചെറിയ ബാവ ഗിയർ ഇട്ട് കഴിഞ്ഞു. ചില സമയത്തൊക്കെ നമ്മുടെ ഈമാൻ ആനയെടുത്ത് ഇപ്പൊ ഈമാൻ കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ട്. ഇപ്പോഴത്തെ ആനയാണെങ്കിൽ മനുഷ്യന്മാരെ കണ്ട ഇടങ്ങേറാക്കുന്ന ആനയാണ്. അപ്പൊ നമ്മുടെ യാത്രകളിലെ ക്ലേശങ്ങളൊക്കെ മാറ്റിത്തരും. അപ്പൊ അടിയുറച്ചൊരു ഈമാൻ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അത് എല്ലാ വിഷയത്തിലും വേണ്ടതാണ്. ഏത് കാര്യത്തിലായിക്കൊള്ളട്ടെ, ഏത് വിഷയത്തിലായിക്കൊള്ളട്ടെ, രണ്ട് മനസ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ ശൈത്താൻ പ്രവർത്തിക്കുമെന്നാണ്. കാരണം നടക്കുമോ ഇല്ലയോ എന്നൊരു ചിന്താഗതി നമ്മളിൽ വരാൻ പാടില്ല. ഒരുപാട് മഹാന്മാർ ഇവിടെ നിൽപ്പുണ്ട്. ഒരുപാട് മഹാന്മാർ ഇവിടെ വന്നിട്ട് കയറാൻ പറ്റാത്തതിന്റെ പേരിലൊക്കെ പല സ്ഥലങ്ങളിൽ പോയിട്ട്, മഹാന്മാരോ അതുള്ള മഹതികളും ഉണ്ട്. പല സ്ഥലങ്ങളിൽ പോയി പൈസയൊക്കെ പോയിട്ട് വന്ന് കരഞ്ഞു പോയി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോ എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ഏത് വിഷയത്തിലാണെങ്കിലും, അത് ഇവിടെയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഏത് മജ്‌ലിസിലാണെങ്കിലും, ഏത് മഖ്ബറകളിലാണെങ്കിലും, ഏത് മഹാന്മാരുടെ അടുത്താണെങ്കിലും നിങ്ങൾ സിയാറത്ത് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോഴും അടിയുറച്ചൊരു ഈമാൻ നമുക്കുണ്ടാവും. അടിയുറച്ച ഈമാൻ ഇല്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ക്ലേശങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളൊക്കെ അള്ളാഹു വിട്ടുകൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു ഈമാനുണ്ട്. ഒരു മഖ്ബറ സിയാറത്ത് ചെയ്യാൻ പോയാലും അവിടെ കിടക്കുന്ന മഹാന്റെ ബറക്കത്ത് അള്ളാഹുവിനെ നമ്മൾ ദുആ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ അവിടെ കടങ്ങിയിരിക്കുന്ന ആളുടെ പിന്നെ നമ്മൾക്ക് കാര്യങ്ങൾ നടത്തി എന്നല്ല പറയുന്നത്, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ മജ്‌ലിസിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ പള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടെ തീരാനുണ്ട്. അത് മനോഹരമായ മിറ്റങ്ങളൊക്കെ ഒരുക്കാൻ നമ്മുടെ സഹോദരൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെ ഒരു സഹോദരൻ നമ്മുടെ ഇവിടുത്തെ പല വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി നല്ലൊരു എമൗണ്ട് മജ്‌ലിസിലേക്ക് സംഭാവന ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അള്ളാഹു മുറാദുകളൊക്കെ സ്വീകരിക്കട്ടെ. അപ്പൊ നിങ്ങളെ കൊണ്ടൊന്നും കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നവർ ചെയ്യുക. കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടത്തേക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതിലൂടെ അള്ളാഹു ഒരുപാട് ബറക്കത്തും വിജയവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകും. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മജ്‌ലിസിൽ വന്നതിന്റെ പേരിൽ അള്ളാഹു ആരെയും കൈവിടാതിരിക്കുമാറാവട്ടെ. സന്തോഷത്തോടു കൂടി നമുക്ക് വീട്ടിലേക്ക് മടങ്ങി പോകാനോ സന്തോഷത്തോടു കൂടി മടങ്ങി വരാനും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്
പ്രയാസങ്ങളൊക്കെ മാറ്റി തരണേ വിഷമങ്ങളൊക്കെ നീക്കി തരണേ ബഹുമാനപ്പെട്ട ശൈഖ് വലിയുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി വിഷമങ്ങളൊക്കെ നീക്കി കുടുംബങ്ങളിൽ ഹൈർ നൽകണേ കുടുംബങ്ങളിൽ ഹൈർ നൽകണേ സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണേ ജോലികളിൽ ബറക്കത്ത് നൽകണേ ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകണേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കീറി മുറിക്കുന്ന രോഗങ്ങളെ തരല്ലേ വ്യാധികൾ തരല്ലേ ദുഃഖങ്ങളെ തരല്ലേ ഞങ്ങൾക്ക് നീ ഹൈർ നൽകണേ സന്താനങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് അകറ്റണേ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ സാധുക്കളായ ഞങ്ങളുടെ നേട്ടത്തെ നീ സ്വീകരിക്കണേ
മാരകമായ ഹസദുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്.
നശിപ്പിക്കാനെത്തുന്ന ശത്രുക്കളുടെ മുമ്പിലൊന്നും ഞങ്ങൾ ആരെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ആരുടെ മുന്നിലും ഞങ്ങളുടെ ഇസ്സത്ത് കളയല്ലേ അല്ലാഹ്. ആരുടെ മുന്നിലും ഞങ്ങളെ നീ അയ്വാക്കരുതല്ലോ, അയ്വാക്കരുതല്ലോ. പഠിച്ചവനെ ഞങ്ങളുടെ മരണം വരെ ഞങ്ങളുടെ ഇസ്സത്ത് നീ നിലനിർത്തണയല്ല, മരണം വരെ ഞങ്ങളുടെ ഇസ്സത്ത് നിലനിർത്തണയല്ല. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളുടെ ദുആ നീ കബൂലാക്കല്ല, കേട്ടിട്ട് നീ സ്വീകരിക്കണയല്ല. അല്ലാഹുവേ ഞങ്ങളിൽ വല്ല മാറാതെ കിടക്കുന്ന സിഹറുകളോ ഐനുകളോ ഷർറുകളോ ഇടങ്ങേറുകളോ ഉണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ പൊട്ടിച്ചെറിയണയല്ല, പൊട്ടിച്ചെറിയണയല്ല, പരിപൂർണമായും ബാധ്യതയാക്കണയല്ല, സലാമത്താക്കണയല്ല. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഖൈർ പ്രദാനം ചെയ്യണയല്ല, റാഹത്ത് പ്രദാനം ചെയ്യണയല്ല. റഹ്മത്തിന്റെ മാലാഖമാരെ ഞങ്ങളുടെ വീട്ടിലേക്ക് നീ അയക്കണയല്ല, റഹ്മത്തിന്റെ മാലാഖമാരെ ഞങ്ങളുടെ വീട്ടിലേക്ക് നീ അയക്കണയല്ല. അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് ചെയ്യണയല്ല, അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് ചെയ്യണയല്ല. അല്ലാഹുവേ ഞങ്ങളുടെ ജോലികളിൽ നീ ബറക്കത്ത് ചെയ്യണയല്ല, ഞങ്ങളുടെ ജോലികളിൽ നീ ബറക്കത്ത് ചെയ്യണയല്ല. സ്ഥാപനങ്ങളെ നീ ഉയർത്തണയല്ല, തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല, ബിസിനസ്സുകളെ ഉയർത്തണയല്ല, വാഹനങ്ങളിൽ നിന്റെ കാവൽ നൽകണയല്ല. അല്ലാഹുവേ മരണം വരെ വേലയെടുക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്കുള്ള ചെറുതും വലുതുമായ സകല കടങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റല്ല. അല്ലാഹുവേ ഞങ്ങൾ ആരെയും നീ കടക്കാരനാക്കി മരിപ്പിച്ചു കളയല്ല, മയ്യത്തിന് മേലെ കടം തരല്ലേ അല്ലാ, ജനാസക്ക് മേലെ കടം തരല്ലേ അല്ലാ. അല്ലാഹുവേ മജ്‌ലിസിൽ നിന്ന് ദുആയിൽ ആമീൻ ചെയ്യുന്ന എന്റെ കൂടപ്പുറപ്പിങ്ങളിൽ ആരെങ്കിലും കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടെങ്കിൽ, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, കിടക്കാൻ കിടപ്പാടമില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ, ഉള്ള സ്ഥലത്ത് നല്ല വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, നിന്റെ ഒരിക്കലും പറ്റാത്ത വരളാത്ത ഖജനാവിന്റെ കവാടത്തെ നീ അവർക്ക് മുന്നിലേക്ക് തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്. ഹലാലിന്റെ വഴികളെ നീ എളുപ്പത്തിലാക്കണേ അല്ലാഹ്, ഹലാലിന്റെ വഴികളെ നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ നീ നൽകിയിട്ടുള്ള സമ്പത്തിനും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ നീ തന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ കയ്യിലില്ല റബ്ബേ. നീ തന്നതിന് മുഴുവനും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, നിലനിർത്തണേ അല്ലാഹ്. ദാരിദ്ര്യം തരല്ലേ റഹ്മാൻ, ദാരിദ്ര്യം കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാൻ, കേട്ടിട്ട് നീ കബൂലാക്കല്ലാ. അല്ലാഹുവേ വിവാഹം കഴിഞ്ഞ നിരവധി വർഷം കാത്തിരുന്നിട്ട് ഒരു മക്കളില്ലാതെ വിഷമിക്കുന്ന നിരവധി ആളുകൾ ഈ മജ്‌ലിസിൽ വരുന്നുണ്ട് അല്ലാഹുവേ. അവർ സകലമാന കംപ്ലൈന്റുകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, സകല തടസ്സങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ മക്കളെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഒരുപാട് സഹോദരിമാരി മജ്‌ലിസിൽ വന്ന് സന്തോഷത്തോടുകൂടി ഗർഭിണികളായിരിക്കുന്നു റബ്ബേ. അല്ലാഹ് രണ്ടും രണ്ടാകുന്നത് വരെ യാതൊരു കംപ്ലൈന്റും വരുന്നില്ല അല്ലാഹ്. സുഖപ്രസവം നൽകണേ അല്ലാഹ്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ സദസ്സിൽ നിന്ന് ദുആയിൽ ആമീൻ ചെയ്യുന്ന ഈ മജ്‌ലിസിൽ നിന്ന് കൈ ഉയർത്തിപ്പിടിച്ച മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ, സഹോദരന്മാരുണ്ടല്ലോ. നീ കൈവിടല്ല റബ്ബേ, നീ കൈവിടല്ലേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങളെ നീ മാറ്റണേ അല്ലാഹ്, അവരുടെ പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. അവരുടെ കണ്ണുനീര് നീ സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ
അനുഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ പൊന്നുമക്കളെയോ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, സ്വാലിഹത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്കൊന്നും ഒരാപത്തും വരുത്തല്ലേ അല്ലാഹ്, ഒരാപത്തും വരുത്തല്ലേ അല്ലാഹ്. മാറാവ്യാധികളുടെ അടിമകളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ഓർത്തുകൊണ്ട് കരയുന്നൊരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നീ പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കണേ അല്ലാഹ്, ഓർമ്മ കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ഞങ്ങളുടെ മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ എഴുതിയ എക്സാമുകളൊക്കെ നീ വിജയത്തിലാക്കണേ അല്ലാഹ്. എഴുതാനിരിക്കുന്ന എക്സാമുകളൊക്കെ നീ വിജയത്തിലാക്കണേ അല്ലാഹ്. ഒരു പേപ്പർ പോലും പാഴാക്കല്ല റബ്ബേ. അവരുടെ സന്തോഷം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. രക്ഷപ്പെട്ട് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവർ കരക്കെത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളല്ലാതെ മറ്റാരുമില്ല റബ്ബേ. അവർ കരക്കെത്തുന്നത് വരെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. പഠിച്ചവരെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സ്വാലിഹത്താക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. പഠിച്ചവരെ ഞങ്ങൾ ജീവിച്ചിരിക്കെ ചെയ്ത് ഞങ്ങളുടെ പൊന്നുമക്കൾ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. അതുവേ ഞങ്ങൾ ഹയാത്തിലുള്ളപ്പോ ഞങ്ങളുടെ പൊന്നുമക്കൾ റൂഹ് പിടിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ കബറിനകത്തേക്ക് ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്തെടുത്ത് വെക്കുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ സന്തക്ക് ഞങ്ങളുടെ മക്കൾക്ക് ചുമക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അച്ചവരെ ഞങ്ങളുടെ മക്കൾക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലാഹ്, ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നല്ല കുടുംബജീവിതങ്ങൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് നല്ല കുടുംബജീവിതം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ വിവാഹം ചെയ്തു വിട്ട് ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നീ ഹൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ വരാനിരിക്കുന്ന ഞങ്ങളുടെ പെൺമക്കളുടെ വിവാഹ ജീവിതത്തിൽ മുഴുവനും ഹൈർ നൽകണേ അല്ലാഹ്. അതൊക്കെ സന്തോഷത്തോടുകൂടി നിന്ന് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്, അത് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഈ നാട് വിട്ട് മറുനാട് പോയി കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ നീ കാക്കണേ അല്ലാഹ്, അവരെ നീ രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരെല്ലാം രക്ഷപ്പെട്ട് നല്ല നിലയിൽ വന്ന് കാണാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പ്രവാസികളെ നീ കാക്കണേ റബ്ബേ. അവരെല്ലാം രക്ഷപ്പെട്ട് വന്ന് കാണാനുള്ള ഭാഗ്യവും നീ നൽകണേ അല്ലാഹ്. ഇനിയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് ഹൈറാണെങ്കിൽ എത്രയും വേഗത്തിൽ നീ അത് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിലൂടെ നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നാടുകളിൽ ഞങ്ങൾ ചെയ്യുന്ന ജോലികളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, നിലനിർത്തണേ അല്ലാഹ്. നാടുകളിൽ എക്സാം എഴുതി കാത്തിരിക്കുന്നവരുണ്ട് റബ്ബേ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ട് അല്ലാഹ്, പരീക്ഷ എഴുതി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരുണ്ട് അല്ലാഹ്. പൂർണ്ണമായ തൊഴിൽ കൊടുക്കണേ നാഥാ, എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് സഹോദരന്മാർക്ക് അനുകൂലമായ വിനകളെ നീ എത്തിച്ചു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ വിവാഹം ചെയ്തു വിട്ട് ഞങ്ങളുടെ സഹോദരിമാരുടെ ജീവിതത്തില് സഹോദരങ്ങളുടെ ജീവിതത്തില് സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളുടെ തേട്ടത്തെ നീ സ്വീകരിക്കണേ റബ്ബേ. ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. പഠിച്ചവനെ മാറാ വ്യാധികളെ തൊട്ട് തീരാ ദുഃഖങ്ങളെ തൊട്ട് അല്ലാഹ് ഞങ്ങളെ ഏവരെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ അടിമക്ക് ദുനിയാവിൽ രോഗം കൊടുത്തു പരീക്ഷിക്കുന്നതും നീയാണ് റബ്ബേ. അതെടുത്തു മാറ്റാൻ കഴിവുള്ളവനും നീ മാത്രമാണ് അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ഖലായില് നിന്റെ
തീരുമാനത്തില് ഈ സദസ്സിൽ നിൽക്കുന്ന ഞങ്ങൾ ആരെങ്കിലും രോഗികളാക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ നാഥാ, റഹീമായ അല്ലാഹ്, റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾ ആരെയും നീ കിടത്തിക്കളയുന്ന രോഗങ്ങളെ വെച്ച് പരീക്ഷിക്കല്ലേ അല്ലാഹ്, കിടത്തിക്കളയുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാഹ്, നീറി മുറിക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാഹ്, ഇബാദത്തുകൾക്ക് മുടക്കം വരുന്ന പ്രയാസങ്ങളെ തരല്ലേ അല്ലാഹ്, ഞങ്ങളുടെ ജോലികൾക്ക് തടസ്സം വരുന്ന യാതൊരു ക്ഷീണങ്ങളും തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്, അല്ലാഹുവേ കത്തിവെക്കുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്, തുന്നിക്കെട്ടുന്ന വിഷമങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങളുടെ അവയവങ്ങളൊന്നും കീറി മുറിച്ചു കളയുന്ന രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലും നീ ക്യാൻസർ തരല്ലേ അല്ലാഹ്, ട്യൂമർ തരല്ലേ അല്ലാഹ്, അറ്റാക്ക് തരല്ലേ അല്ലാഹ്, രോഗങ്ങൾ തരല്ലേ അല്ലാഹ്, ഞങ്ങളുടെ കിഡ്നി നീ തകർത്ത് കളയല്ലേ അല്ലാഹ്, ഞങ്ങളാരെയും ഒരു ഡയാലിസിസ് പേഷ്യന്റ് ആക്കല്ല റബ്ബേ, ഹിമാലയുന്നൊരവസ്ഥ വരുത്തല്ല റബ്ബേ, റേഡിയേഷൻ കടത്തി വിടുന്ന വേദനകൾക്ക് തരല്ലേ അല്ലാഹ്, അല്ലാഹുവേ എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ വയോവൃദ്ധരാണ്, എത്രയോ പിഞ്ചു മക്കളാണ് മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്നത്. അല്ലാ നീ ആ രോഗങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹ്, നെഞ്ചിലേറ്റതുകളിൽ കഴിയുന്നവരുണ്ട് അല്ലാഹ്, ഓപ്പറേഷന്റെ ഡേറ്റ് കാത്ത് കിടക്കുന്നവരുണ്ട് അല്ലാഹ്, അല്ലാഹുവേ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഉൾപാദത്തിൽ കിടന്ന് മല്ലിട്ട് കളിക്കുന്നവരുണ്ട് അല്ലാഹ്, അല്ലാഹുവേ അവര് കഴിക്കുന്ന മരുന്നിന് മുഴുവനും ശിഫ നൽകണേ അല്ലാഹ്, ആ രോഗങ്ങളൊക്കെ മാറി അവരെ പരിപൂർണ്ണ ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി വന്ന് കാണാൻ നീ വിധി കൂട്ടണേ അല്ലാഹ്, അതുപോലെ നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയും നീ കാക്കണേ അല്ലാഹ്, ഭാര്യ സന്താനങ്ങളെയും നീ കാക്കണേ അല്ലാഹ്, കൂടപ്പുറപ്പികളെ നീ കാക്കണേ അല്ലാഹ്, ഞങ്ങളുമായി സഹകരിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെയും നാരകീയമായ അതാവുകളെ തൊട്ട് നീ കാക്കണേ റബ്ബേ, മാരകമായ എല്ലാ വിഷമങ്ങളെ തൊട്ട് റബ്ബാകുന്ന നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്, നമ്മഭാവ സൂര്യം മറ്റുള്ള ദീനമടങ്കയോ ബദരീങ്ങളെ വർഗത്തിനാ ശിവയാക്കണം യാ റബ്ബനാ. അല്ലാഹുവേ മജ്ലിസിൽ നിന്ന് ദുആയിൽ ആമീൻ ചെയ്യുന്ന ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരങ്ങളിൽ ഒളിഞ്ഞതോ തെളിഞ്ഞതോ മറഞ്ഞതോ ആയ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ, രോഗത്തിന്റെ ഒരു അണുപോലും ഉണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട്, ബദരീങ്ങളുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹ് ഈ നിമിഷം തന്നെ നീ കരിച്ചു കളയണേ അല്ലാഹ്, കരിച്ചു കളയണേ അല്ലാഹ്, കരിച്ചു കളയണേ അല്ലാഹ്, പരിപൂർണമായ ശിഫാ നീ നൽകണേ അല്ലാഹ്, അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, ആക്സിഡന്റുകൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, പ്രളയങ്ങൾ, വൈറസുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അല്ലാഹുവേ നിപ്പാ പോലുള്ള വൈറസുകൾ വീണ്ടും ഈ ദുനിയാവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാഹ്, അദാബിലാക്കല്ലേ അല്ലാഹ്, പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്, വിഷമത്തിലാക്കല്ലേ അല്ലാഹ്, പടച്ചവനെ എല്ലാവിധ രോഗങ്ങളെ തൊട്ടും വൈറസുകളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ റഹ്മാൻ, എല്ലാവിധ വിഷമങ്ങളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങളുടെ യാത്രകളിലെല്ലാം നിന്റെ കാവല് നൽകണേ അല്ലാഹ്, അല്ലാഹുവേ നട റോട്ടിൽ നിന്ന് പറക്കിയെടുക്കുന്ന മരണത്തെ നീ വിധിക്കല്ലേ അല്ലാഹ്, റോട്ടിൽ നിന്ന് ഞങ്ങളെ പറക്കിയെടുക്കുന്ന മരണം നീ തരല്ലേ അല്ലാഹ്, സദങ്കരഞ്ഞ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്, പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്, വെട്ടിക്കീറിയ മയ്യത്ത് കബറിലേക്ക് എടുത്തു വെക്കുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്, അല്ലാഹുവേ അങ്ങനെ ഒരവസ്ഥ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആർക്കും നീ നൽകല്ലേ അല്ലാഹ്, ഞങ്ങളുടെ മക്കൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഞങ്ങളുടെ യാത്രകളിൽ മുഴുവനും നിന്റെ കാവല് നൽകണേ അല്ലാഹ്, നിന്റെ കാവലല്ലാതെ
മറ്റൊരു കാവലില്ല റബ്ബേ. നീ ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ. മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ലോകത്തിന്റെ നായകനായ ഞങ്ങളുടെ കൽബിന്റെ രാജകുമാരനായ മുത്തു ത്വഹ നബി മുഹമ്മദ് മുസ്തഫ മദീനയുടെ പൂനിലാവേ മുത്തേ ത്വഹ നബി മുഹമ്മദ് മുസ്തഫ കൽബയുടെ മാണിക്കക്കല്ലേ നൂറേ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ മണവാളനെ പച്ചക്കുപ്പയുടെ രാജകുമാരനെ മദീനയുടെ സൗന്ദര്യമേ മുത്തു ത്വഹ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വർഗീയ റൗള ശരീഫിന്റെ ചാരത്ത് ഞങ്ങളെ നീ അണിനിരത്തണേ അല്ലാഹ്. വിശുദ്ധ കഅബ കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. മദീന ഒരു നോക്ക് നോക്കാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ കണ്ടവർക്ക് ഇനിയും കാണാനുള്ള ഭാഗ്യം കൊടുക്കല്ലാഹ്. കാണാത്തവർക്ക് കണ്ടുവർക്ക് കാണാൻ നീ വിധി കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാൻ. കേട്ടിട്ട് നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടികളായിരുന്ന വഴിവിളക്കുകളായിരുന്ന ഞങ്ങളുടെ സയ്യിദന്മാർ ഞങ്ങളുടെ ഉസ്താദന്മാർ പലരും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി റബ്ബേ. അല്ലാഹ് ഖബർ വിശാലമാക്കണേ അല്ലാഹ്. മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. ദർജകളെ നീ ഉയർത്തണേ അല്ലാഹ്. അതുപോലെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ സയ്യിദന്മാർ ഉസ്താദന്മാർ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ഞങ്ങളുടെ സുഖത്തിലും ഞങ്ങളുടെ ദുഃഖത്തിലും ഞങ്ങൾക്കൊരു താങ്ങായിരുന്നവർ തണലായിരുന്നവർ പല ആൾക്കാരും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി റബ്ബേ. ഈ അടുത്ത ദിവസം തന്നെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്. അല്ലാഹ് മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടവരാണല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചവരാണല്ലാഹ്. ജീവിച്ചിരുന്നപ്പോൾ ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല അല്ലാഹ്. സന്തോഷം അനുഭവിച്ചിട്ടില്ല അല്ലാഹ്. നമ്മൾ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഖബറാളികളുടെ ഖബറിടങ്ങളെ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഖബറാളികൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നാളെ നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അവിടെ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ അന്ത്യവും നീ നന്നാക്കണം റബ്ബേ. ആക്ടിവത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ആക്ടിവത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ആഖിറം നീ വെളിച്ചമാക്കണേ അല്ലാഹ്.
ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ പ്രതിസന്ധികളൊക്കെ നീ നീക്കി തരണേ അല്ലാഹുവേ. ഈ മജ്ലിസിൽ ഹളറാകുന്ന അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, വിശിഷ്ട ബഹുമാനപ്പെട്ട ശൈഖ് വലിയുള്ളാഹിയുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മാനസികമായ ശാരീരികപരമായ സകല ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്താ അല്ലാഹ്. സകല പ്രയാസങ്ങളും നീ മാറ്റിത്താ അല്ലാഹുവേ. നീ ഖൈർ നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹുവേ. ഈ മജ്ലിസിൽ നിന്ന് ദുആയിൽ ആമീൻ ചെയ്യുന്ന എന്റെ ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്, എന്റെ ഉപ്പമാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്, എന്റെ സഹോദരിമാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്, എന്റെ സഹോദരന്മാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ പൊന്നു മക്കളെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങളായ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങളായ ക്രൈസ്തീയ സഹോദരങ്ങളുണ്ട് റബ്ബേ. അല്ലാഹ് ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങളെ നീ കാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ക്രൈസ്തീയ സഹോദരങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. ഹിദായത്തിന്റെ പാതയിൽ ഞങ്ങളെ ഏവരെയും നീ അടിയുറപ്പിക്കണേ തമ്പുരാനെ. സാധുക്കളായ ഞങ്ങളുടെ നേട്ടത്തെ നീ സ്വീകരിക്കണേ ഇലാഹി, നീ കബൂലാക്കണേ അല്ലാഹ്, ഖൈറിലാക്കണേ അല്ലാഹ്, ഖൈറിലാക്കണേ അല്ലാഹ്. ഏതൊരു നെയ്യത്തോടു കൂടിയാണോ ഞങ്ങൾ ഈ മജ്ലിസിൽ ഇത്രയും നേരം ചെലവിട്ടത്, ആ മുറാദുകൾ നീ സ്വീകരിക്കല്ലാഹ്, കുതുബിയത്ത് സ്വീകരിക്കല്ലാഹ്, അമലുകളെ സ്വീകരിക്കല്ലാഹ്. ഓതിയ ഫാത്തിഹകൾ, സൂറത്തുകൾ, യാസീനുകൾ, ഖുർആൻ ഓരോ അർത്ഥപോലും ഞങ്ങൾക്ക് നീ ഖൈറാക്കണേ അല്ലാഹ്, ഖൈറാക്കണേ അല്ലാഹ്. അടുത്ത മജ്ലിസിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി വന്ന് പങ്കെടുക്കാൻ നീ വിധി കൂട്ടണേ റബ്ബേ, നീ വിധി കൂട്ടണേ റബ്ബേ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ ഇലാഹി, നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു سيدنا محمد عليه وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. صلاة الله إن شاء الله. നമ്മുടെ പ്രവർത്തനങ്ങൾക്കും മജ്‌ലിസിന്റെ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു നെയ്യത്ത് ഇൻഷാ അല്ലാഹ് കയ്യിലെടുത്തുമായിട്ടുള്ള ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരോ വക്കത്തിലേക്ക് സമർപ്പിക്കുക. ഈ മുറാദുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഈ ചെയ്യുന്ന സദഖയുടെ വലിപ്പ ചെറുപ്പമല്ല, അല്ലാഹു ഈ സദഖകളൊക്കെ ജാരിയായ സദഖകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ നിയ്യത്തോടു കൂടി തന്നെ ഇൻഷാ അല്ലാഹ് ചെയ്തുകൊള്ളി. അല്ലാഹു കൈവിടില്ല, അല്ലാഹു ബറക്കത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തും ഏറ്റിയേറ്റ് നമുക്ക് സന്തോഷത്തിലും സമാധാനത്തിലും റാഹത്തിലുമാക്കി ഈ മജ്‌ലിസിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു
وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صلي على جميع الأنبياء والمرسلين والحمد لله رب العالمين എല്ലാവരും മജ്‌ലിസിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദുആ മാത്രമാണ് ഈ മജ്‌ലിസിന്റെ നിലനിൽപ്പ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നമ്മുടെ സദസ്സിനെ നിലനിർത്തുമാറാവട്ടെ. അല്ലാഹു ഒരുപാട് ആശ്രയങ്ങളാൽ ഒരു മജ്‌ലിസാണ്. പതിനായിരങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന മജ്‌ലിസാണ്. പതിനായിരങ്ങൾക്ക് ആശ്രയ കേന്ദ്രമാകുന്ന ഒരു മജ്‌ലിസാണ്. അതുകൊണ്ട് കുത്തുബിയത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത മാസത്തെ കുത്തുബിയത്ത് മൂന്നാമത്തെ ഞായറാഴ്ച വരുന്നത് മറ്റേ ഓണത്തിന്റെ സമയമാണ്. അതുകൊണ്ട് പിറ്റേ ആഴ്ചത്തേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾക്ക് ആ യൂട്യൂബിലൂടെ അറിയാൻ സാധിക്കും. ഇതിലൂടെ വിളിച്ചാൽ അറിയാൻ പറ്റും. ഇൻഷാ അല്ലാഹ് 1-ാം തീയതി ബോർഡൊക്കെ ഇടും. എല്ലാവരും ആ കുത്തുബിയത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അടുത്ത മാസം നമ്മുടെ തെക്കാവിന്റെ ഉദ്ഘാടനം കൂടി മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ ഒരുപാട് താമസം വരില്ല. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക. എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുക. ആത്മാർത്ഥമായി നിങ്ങളുടെ ദുആയിൽ ഈ മജ്‌ലിസിനെയും ഞങ്ങളെയും ഉൾപ്പെടുത്തുക. ഞങ്ങളും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. കാരണം നമ്മുടെ മജ്‌ലിസിന്റെ ഒരു വല്ലാത്ത ഫളില്, വല്ലാത്തൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്കറിയാം. അരങ്ങി പോകും. അത്രത്തോളം സന്തോഷകരമായ വാക്കുകളാണ് അദ്ദേഹം ഇപ്പോഴും നമ്മുടെ ഈ മജ്‌ലിസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു മജ്‌ലിസിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ വിജയം തന്നെയാണ്. അല്ലാഹു തങ്ങളെ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മജ്‌ലിസിനെ ഉന്നതിയിലേക്ക് അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. അന്നും എന്നും വിളങ്ങുന്ന മജ്‌ലിസാക്കി ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിളങ്ങുന്ന നൂറൊളിവേ കാവലായി നിന്നിടണേ. ഈ മജ്‌ലിസിൽ നിറഞ്ഞിടണേ. അന്നും ഇന്നും എന്നും നിറഞ്ഞുള്ള നൂറൊളിവേ കാവലായി നിന്നിടണേ. ഈ മജ്‌ലിസിൽ നിറഞ്ഞിടണേ. അല്ലാഹുവേ മഹാനവരുടെ കാവലുകള് എന്നും ഞങ്ങളുടെ മജ്‌ലിസിൽ തരണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തമുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്. ഷാരിഫന്മാർക്ക് ഇഷ്ടമുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്. എല്ലാ അമ്പിയ ഔലിയാക്കന്മാർ സദസ്സാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മജ്‌ലിസിൽ വരുന്ന ആരെയും നീ കൈവിടല്ലേ റബ്ബേ. നീ കൈവിടല്ലേ അല്ലാഹ്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നീ മജ്‌ലിസിലേക്ക് കടന്നു വന്ന ഞങ്ങളെ നീ കൈവിടല്ലേ അല്ലാഹ്. എല്ലാവരുടെ ഹലാലായ മുറാദുകളും സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഒരുപാട് കല്യാണവും അതുപോലെ പരിപാടികളൊക്കെ ആയിട്ട് ഒത്തിരി പേർക്ക് വരാൻ പറ്റിയിട്ടില്ല. അല്ലാഹു അവരുടെ എല്ലാ മുറാദുകളെയും സ്വീകരിക്കട്ടെ. അടുത്ത മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ അവരുടെ തൗഫീഖ് നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ സുഖമില്ലാതെ പോയി നമ്മുടെ ഇക്കാക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഈ മജ്‌ലിസിന് വേണ്ടി ഒരുപാട് ഓടി നടക്കുന്ന സഹോദരനാണ്. അതുപോലെ ഒരുപാട് പേരുണ്ട് ഈ മജ്‌ലിസിന് വേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്നവർ, ഓടി നടക്കുന്നവർ, സഹകരിക്കുന്നവർ. കഴിഞ്ഞ മാസം പിന്നെ കല്യാണത്തിന്റെ അന്നൊരു ഈ പറഞ്ഞ കക്ഷിയുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവരുടെ ഭാര്യമാര് പറയുന്നത് വീട്ടിൽ ഉസ്താദ് ഒരു പണിയും ചെയ്യത്തില്ല, വീട്ടിൽ വെറുതെ ഇരിക്കാതെ പോവുക. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു ആഫിയത്താണ്, ആരോഗ്യമാണ്, ഓടി നടന്ന് പണിയുകയാണ്. ഞങ്ങൾ ചിന്തിച്ചു പോകാറുണ്ട് ഇവർ തന്നെയാണോ അവർ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോകാറുണ്ട്. കാരണം അത്രത്തോളം ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഈ മജ്‌ലിസിന് വേണ്ടി സ്നേഹിച്ചുകൊണ്ട് ഒന്നിനു വേണ്ടിയല്ല, ഒന്നിനു വേണ്ടിയിട്ടല്ല, അവരുടെ സ്നേഹം മാത്രമാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്.
അതുപോലെ സാമ്പത്തികമായി സഹകരിക്കുന്നവർ, സ്വർണ്ണാഭരണങ്ങളായി സഹകരിക്കുന്നവർ, ഭക്ഷണങ്ങളായി സഹകരിക്കുന്നവർ, എല്ലാ ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി സഹകരിക്കുന്നവർ, പടച്ചവനെ നീ കബൂലാക്കണേ അല്ല, നീ കബൂലാക്കണേ അല്ല. ഞങ്ങളുടെ നെയ്യത്തുകളൊന്നും നീ പാഴാക്കി കളയല്ലേ അല്ല. ഞങ്ങൾ വന്നിട്ടുള്ള ഞങ്ങളെല്ലാ നല്ല ഉദ്ദേശങ്ങളും സന്തോഷത്തോടുകൂടി മജ്‌ലിസിന് ഫദ്ല് പറയാൻ നീ തൗഫീഖ് നൽകല്ല, നീ തൗഫീഖ് നൽകല്ല. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ടോക്കൺ അറിയാലല്ലോ, കുറിയെടുപ്പാണ്. പിന്നെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഇൻഷാ അല്ലാഹ് കുറിയെടുപ്പ് ഉണ്ടാവും. അതിൽ പങ്കെടുക്കുന്ന ഉച്ചയോളം ഉണ്ടാക്കരുത്, മജ്‌ലിസാണ്, സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് അതെല്ലാം ഒതുങ്ങിയിട്ടുണ്ടാവും. എല്ലാ മജ്‌ലിസിലും വേണ്ടി താമസം വരും, ചില ഒതുങ്ങിയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാം ഒതുക്കണ കസാലയൊക്കെ പിടിച്ചിടണം, അല്ലാണ്ട് പോകാൻ പറ്റില്ല. പഴയ ബാലൻസ് ആൾക്കാരുണ്ട്, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്നവർക്കൊന്നും എന്തെങ്കിലും സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞു, അത് ഇൻഷാ അല്ലാഹ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആത്മാർത്ഥമായി സഹകരിക്കുന്നവരാണ്, അപ്പോൾ നമ്മളെ കൈവിടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി സഹായങ്ങൾ, നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി സഹായങ്ങളൊക്കെ നമ്മളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. എല്ലാവരും അല്ലാഹു ഹൈർ നൽകട്ടെ, വരുന്നവരാരെയും അല്ലാഹു കൈവിടാതിരിക്കട്ടെ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് എല്ലാവർക്കും അല്ലാഹു സന്തോഷവും സമാധാനവും ഹൈറും നൽകി അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിജയികളുടെ ഗണത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ചിലപ്പം നമുക്കറിയാം, നമുക്ക് എല്ലാ മാസവും ഇപ്പം കഴിഞ്ഞ മാസം മുതലൊക്കെ ഇവിടെ പന്തലിട്ട് നിന്നവര് നമ്മുടെ അനീസിക്ക ചങ്ങനാശ്ശേരി എന്ന് വരുന്ന അനീസിക്ക, അള്ളാഹു അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ, അവരുടെ ബിസിനസ്സുകളിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. ഇന്നത്തെ മൈക്ക് സിസ്റ്റം അടക്കം, അവിടുത്തെ പാത്രങ്ങൾ, അതുപോലെ എല്ലാ കസേരകൾ അടക്കം എല്ലാം അവർ തന്നെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ല, അവരുടെ മനസ്സിനെ നീ വിഷമത്തിലാക്കല്ലേ അല്ല, അവരുടെ കുടുംബത്തിന് രോഗങ്ങളെ കൊടുക്കല്ലേ അല്ല. ഒരുപാട് പേര് മാനസികമായി ശാരീരികപരമായി എല്ലാം കഷ്ടപ്പെടുന്നവരുണ്ട്, സമ്പത്ത് കൊണ്ട് സഹായിക്കുന്നവരുണ്ട്, ദുആ കൊണ്ട് സഹായിക്കുന്നവരുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ദുആ എങ്കിലും നമ്മുടെ മജ്‌ലിസിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഹാദർ മജ്‌ലിസ് ഉണ്ടാവും, നിൽക്കേണ്ടവർക്ക് നിൽക്കാം. ഒരു കാരണവശാലും ഹാദർ മജ്‌ലിസിൽ വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മുടെ യൂട്യൂബ് അടക്കമുള്ള വേണ്ട അത് ചെയ്യാൻ പാടില്ല, വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവർ മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് വലിയൊരു ഹൈറാണ് മജ്‌ലിസ്, കുറച്ച് നേരമേ ഉള്ളൂവെങ്കിലും അത് വലിയ ഹൈറാണ്. നിങ്ങൾ നേടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പേർക്ക് എൻ്റെ ഫദ്ലും ഹൈറും കിട്ടിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഹൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി നമ്മെ ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഭക്ഷണം പാഴാക്കരുത്, വാങ്ങിച്ച് അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിഞ്ഞ് പോകരുത്. ആവശ്യത്തിന് മാത്രം ഫുഡ് വാങ്ങിക്കാൻ, കഴിക്കുന്നവർ കഴിച്ചിട്ട് പോവുക, കൊണ്ടുപോവുക. അവിടെ ഇവിടെ ഒന്നും ഭക്ഷണം വലിച്ചെറിയരുത്. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം കുതുബിയത്ത് നേരത്തെ തന്നെ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു കബൂലാക്കട്ടെ.